അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി ചെയ്ത നാഗേന്ദ്രൻസ് ഹണിമൂൺ എന്ന സീരീസിൻ്റെ എപ്പിസോഡ് 2 ആണ് കേട്ടോ. ലില്ലിക്കുട്ടി എന്നാണ് ഈ എപ്പിസോഡിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഒട്ടും ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് വീട്ടിലോട്ട് ഇവിടെ കിടക്കാം കേട്ടോ. മൊത്തത്തിൽ വരണം കേട്ടോ. എല്ലാം നീ ആരും പറഞ്ഞിട്ടില്ല, ഞാൻ അവളെ കെട്ടിയത് എന്നിട്ട് കാശുള്ള ഒരു പുല്ലുമില്ല. ഇപ്പൊ ഞാൻ അന്വേഷിച്ചു കൊടുക്കണോ? സ്ത്രീധനത്തിന്റെ കാര്യമെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചതാണല്ലോ നിന്റെ അമ്മ എന്നോട് പറഞ്ഞത്. നീ ചുമ്മാ എന്നാണ് മനസ്സമാനായിട്ട് നടന്ന് എന്നെ കൊണ്ട് കുഴി ചാടിച്ചിട്ട് നീ ഒന്ന് തഞ്ചപ്പെടും, നമുക്ക് വഴി ഉണ്ടാക്കാം. എന്തേ വഴി? നമുക്ക് ഷാമിക്കാം. ഇന്ന് രാവിലെ ഞാനൊന്നുമില്ല. അതല്ല കള്ളപ്പോ പൂത്തർച്ചി കഴിച്ചോണ്ട് ആലോചിക്കാവുന്ന വരല്ലേ പണിയെടുക്ക. ഓക്കെ ചൊവ്വാന്ന് നോക്കട്ടെ. പക്ഷെ അതിന് നീ ഇങ്ങനെ തൊട്ടാവാടിയായൊന്നും ഒക്കൂല. പണിക്ക് പോയി അന്വേഷിച്ചു കൊണ്ടുവരാൻ പറയണം. അതുവരെ സൂര്യ കൊടുക്കരുത്. പിന്നെ ഒരുപാട് വെച്ച് താമസിയാതെ നിങ്ങൾക്കൊരു കുഞ്ഞും വേണം. പോകെ പോകെ അവന്റെ കടിഞ്ഞാട് നിന്റെ കയ്യിരിക്കണം. ഞാൻ എന്ത് ചെയ്യാം മാമി? മറ്റന്നാ നമുക്കൊരിടം വരെ പോണം. അങ്ങേരെ കണ്ട് കഴിച്ച് അവനൊരു തകിട് ജപിച്ച് കഴിക്കണം. നീ സമാധാനം. അതും നടന്നില്ലെങ്കിൽ വേറെ പണിയുണ്ട്. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. സമയത്തുണ്ട് കമ്മീഷൻ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചു. ഇനി പ്രതീക്ഷ കൊടുക്കാൻ വാങ്ങൂല്ലോ. 10 ദിവസം കിട്ടാന്നില്ലേ ആ പെണ്ണിന്റെ ആങ്ങള പോലീസുകാരന് എന്നെ വിളിച്ചാൽ എന്നെ ഞാൻ പെട്ടെന്നാണെങ്കിൽ അതുറപ്പ നീ എവിടെയെന്ന് പറഞ്ഞാൽ ചെറുക്കന്മാരുടെ മരുന്നില്ല. നീ അതിന്റെ കസ്റ്റഡിയിൽ ആരെയും കാണുകയില്ലേ? അങ്ങനെ ഡിമാൻഡൊന്നുമില്ല. ഒരു ക്രിസ്ത്യാനിയായിരുന്നു അത്ര. ഏതാണ്ട് കിട്ടോ നിങ്ങൾ വന്നാലേ ഞാൻ കൊല്ലത്തോട്ട് വരാം. നീ വീട്ടിൽ കാണല്ലേ? ആ ചെറിയ വന്നത് നിന്റെ പേരെന്ന് തന്നെ അല്ലാതാ. ഇക്കണക്കിന് നീ എന്തോ ഇതിലാ തിന്നെ പോയി കിടക്കും. പല മൂത്രം കലക്കി തന്നാലോ. അങ്ങനെ നടന്നിട്ടുണ്ട്. നമ്മുടെ നികേശൻ അവനെ മര്യാദ അവനാക്കാൻ വേണ്ടി ആയി കൂടിയാക്കി കൊടുത്താൽ അവനെ കിട്ടണം. അന്ന് കയറിയത് അവന്റെ ഭ്രാന്തൻ. കൊടുക്കാം അവനെ വളരെ സത്യം.
ഇറങ്ങി. വലിക്കണം. ദർശകൻ നടക്കും. നിന്നെ ചതിച്ചവരെ നീ ഒന്ന് ചതിക്കുന്നു. നേരിടേണ്ടിരുന്നു. നാളെ രാത്രി നമ്മളെ നാട് കാണും. അങ്ങോട്ട് അതിവിടെ 3 മാസം നീ നീതികള അക്കരയ്ക്ക് ദർശിക്ക്. വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. പത്തനംതിട്ട എത്തിയിട്ടോ. ലില്ലിക്കുട്ടി എന്റെ പെൺകൊച്ചിനെ അതുമെല്ലാം പറഞ്ഞ് മോഹിപ്പിച്ചേച്ച് പിന്നെ പറ്റിച്ചല്ലോടാ കഴിവേറി. വരാനാണെന്ന് തന്നെയാ എന്റെ പെൺകൊച്ച് പെണ്ണുകാരാണെന്ന് പറഞ്ഞ് കണ്ട മാളകളുടെ ഒഴുക്കി കിട്ടുന്നത്. എന്നിട്ട് ഇതേ ഒന്നിനെയും വർത്തമാനം എത്തിക്കാൻ പറ്റിയതിലൂടെ അതിലേക്ക് താഴി തള്ളയില്ലാതെ വളർന്ന ഒരു പെൺകൊച്ച. അതിന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇവിടെ കെട്ടിക്കയറുമെന്നോ ഇല്ല. വയസ്സ് 38 എന്നിട്ട് എനിക്ക് മുന്നോട്ട് പോകാനാണ് തമ്പുരാനെ അതിന്റെ തലയെഴുത്ത്. ഞാൻ ഉത്സാഹിക്കാഞ്ഞിട്ടാണോ? ഇവിടെ കുറവുകളൊക്കെ അവരറിയാത്തല്ലോ. തിരിച്ചുപെടുത്തിയതാണ്. അറിയിക്കേണ്ടവർക്കൊക്കെ കാടയച്ചു. പള്ളിയിൽ ഹാള് നോക്കി. ഏറ്റത്തിട്ട പന്ത് വിരിഞ്ഞാന്ന് അറിയിച്ചു. തീരത്തിന്റെ കാര്യം ചെറുക്കനെ വിളിച്ചെന്ന് പറഞ്ഞ ആരാണ്? ഞാനാണ്. എന്നിട്ടും ഞാൻ ചെന്ന് അവരുടെ കൈകാലം പിടിച്ചില്ല. സ്ത്രീധന കാശ് കൂട്ടിക്കൊടുക്കാന്ന് പറഞ്ഞില്ല. ഇനിയിപ്പോ ഞാൻ അല്ല വട്ട് അത് മൂടി വെച്ച് കെട്ടു തന്നാലേ ഇച്ചിരി പാടാ. എന്റെ ഉള്ളിൽ എനിക്കറിയാമാ. ഞാൻ ഉണ്ടാക്കിയതെല്ലാം നിനക്ക് ഒറ്റയ്ക്ക് തിന്നാനല്ലേ. പക്ഷെ ഒന്ന് ഓർത്തോ നീ, ലില്ലിക്കുട്ടി നല്ലതിലേക്ക് മണിയിറങ്ങിയില്ലേ? ഒരു വീതം ഇപ്പം നടക്കില്ല. കുഴിയിലേക്ക് എടുക്കുന്നതിന് എല്ലാം ഞാൻ പള്ളിയുടെ പേർക്ക് എഴുതിയിരിക്കും. നീ കണ്ടോ? അപ്പൊ ഞാൻ പറയാം. കഥകൾ തുറന്നിട്ടുണ്ടോ? പിന്നെ ചീത്തുള്ളി മാത്രമുണ്ട്. 2 ദിവസമായിട്ട് മുറിക്കകത്തേക്ക് കഥ അടച്ചിട്ട് ഒരു മറ്റ ഇറങ്ങിയിട്ട് തന്നെ എനിക്ക് വെച്ചു.
മോളെ മോളെ ഇച്ചാനല്ലേ പറയുന്നത്, എന്നെ ഒന്ന് കഴിച്ചേ. എനിക്ക് വേണ്ട, ഞാൻ പട്ടിണി അറിഞ്ഞോ. മോളെ ഞാൻ അപ്പച്ചൻ തന്നെ ചോദിക്കുന്നുണ്ട്. മോളെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ബ്രോക്കറി ചാണ്ടിയേ നാളെ വേറൊരു കൂട്ടരായിട്ട് വരും. ചെക്കനെ മൂക്ക് പിടിച്ച അടുത്ത ആഴ്ച ഞാൻ കേട്ട് നടത്തും. മോളെ മോളെ ചുമ്മാ എന്നെ പറ്റിക്കാൻ നോക്കുവോ? ഞാൻ കഥ തുറക്കുകയല്ല. അമ്മച്ചിയാണോ നേര് കഥ തുറക്ക്. ചാണ്ടി പറഞ്ഞത് നല്ല ഒന്നാമത്തെ ചെറുക്കനാ. എന്നാ പറ, എന്നാ നിങ്ങളുടെ പേര്? ജോസഫ്. ഇതിൽ നടക്കുവോ? ഞാൻ നടത്തും മോളെ. മോളെ കഥ തുറന്നേ. മോളെ മോളെ ഇത് കഴിക്കും. ഇതൊന്ന് കുടിച്ച് മതിയാവും. ഈ കെട്ടൂടെ നടന്നില്ലേ, ഈ വീടിന് ഞാൻ തീടും. ഓ ആ മുടിക്ക് കത്തിരിട്ടോട് പറ, എനിക്ക് റൊട്ടിയും ചാമും തരാം. ഇല്ല ഇന്നാളെ പോലെ ഞാൻ എടുത്ത് കെട്ടിടും ആ തടച്ചി. ഇവൾക്ക് എന്തോ തലയ്ക്ക് പ്രശ്നമുണ്ട് കേട്ടോ. ട്രിവാൻഡ്രത്ത് നിന്ന് പത്തനംതിട്ട എത്തി. ജോസഫ് ഈ ഭാഗത്തോട്ടൊക്കെ വീറുമ്പ് വന്നിട്ടുണ്ടോ? കാഞ്ചാറ് വിട്ട് അങ്ങനെ പോയിട്ടില്ല. ഓ അവിടെ ഇപ്പോ ബന്ധുക്കളായിട്ട് ആരുമില്ല അല്ലേ? ചാടി വന്നില്ലായിരുന്നു. അന്നത്തെ മുതലേ മലവെള്ളത്തില് ജോസഫിന്റെ അമ്മയെ പോയി. ആ പിന്നെ പള്ളിയുടെ ആ സമയത്തിലാണ് നോക്കിയത്. ആ ചാണ്ടി സൂചിപ്പിച്ചായിരുന്നു. സിസ്റ്റർ വരെ പഠിച്ചിട്ടുണ്ട്. ഓ ഇപ്പൊ അവിടെ കരയിൽ കടകണ്ട അതാണല്ലേ. ഞങ്ങളെ ജോസഫിനെ വിളിച്ചിട്ട് വന്നാൽ ഈ വീഡിയോ കാണിക്കും. ജോസഫ് ഇങ്ങനെ ആദ്യമായിട്ടാണ് ആ അതുകൊണ്ടാണ് പെണ്ണെടുക്കണ ഉള്ളിൽ പോകണം കേട്ടോ. പുറത്ത് ഇഷ്ടായോ? പറ. എന്നെ പിന്നെ കിട്ടോ? പറ.
കോട്ടയത്തോടെ സിനിമ കാണിക്കണം. വെള്ളയിൽ മഞ്ഞപ്പുള്ളുടെ സാധനം മേടിച്ചിട്ടുണ്ടാവും. താജ്മഹൽ ഫോട്ടോ എടുക്കണം. പാട്ട് പുസ്തകം പണം. നമുക്ക് ഒത്തിരി പിള്ളേരാണ് കേട്ടോ. ജാതിവരെ കുലിക്കിയവർ ചുറ്റിനും സമയത്ത് ഞാൻ ചോദിച്ചാൽ കേട്ടോ. നമുക്കത് വേണം. ലേശമായിട്ട് ആഗ്രഹമില്ലാതെ അത് കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഹോട്ടലിനോട് ചേർത്തുള്ള പൈസ തരാവുന്നതിലേക്ക് അങ്ങനെ ഇവിടെ നടന്നാൽ മതി. ഒരുപാട് പേര് എത്തിക്കാൻ നേരിട ആരെയും കാണും ഉണർത്താനായിട്ട് വെളിയിൽ തുറന്ന് സംസാരിക്കും. ഇവരെ കൂട്ടാരും ചെറുകിട പിടിച്ചോണ്ടായിരിക്കും. അപ്പുറം എന്നാലും വരുന്ന വെള്ളിയാഴ്ച നമുക്ക് കേട്ടത് റസീദ് ആയിട്ട് കല്യാണ ദിവസത്തിൽ
ആൾക്ക് ചെറിയൊരു പിരി ലൂസായിട്ടോ. എന്നെ നോക്കിയിരിക്കുകയായിരുന്നു ജസ്റ്റേ. ജസ്റ്റേനെ ഒരു പരവേശം. നീ എങ്ങനെയാ നോക്കുന്നത്? പ്രത്യേകിച്ച് നമ്മൾ ഫസ്റ്റ് നൈറ്റ് അല്ലേ? നല്ല ക്ഷീണമല്ലേ? ആ ഇപ്പൊ ശരിയില്ല. കുപ്പി എടുക്കിരിക്കട്ടോ. യെസ്. ഇവിടെ കുതിരി കൊടുക്കാൻ വേണ്ടിയതാ. ഞാൻ കൂടി. കുടിച്ചോ? ഞാൻ കുടിക്കില്ല. കുടിക്കച്ചായ വേണ്ട. കുടിക്കുന്നേ. കുടിക്കാൻ ആകെ പെട്ടിരിക്കട്ടോ. ജസ്റ്റ് കുതിര ഓടിയാണ്. എനിക്കറിയാം. ലില്ലിക്കുട്ടിക്ക് ചില സമയത്ത് ഈ കൊച്ചുള്ള പോലെ പറയടാ. ചില കാര്യങ്ങളൊന്നും അറിയാതെ സംസാരിച്ചുകൊണ്ടിരിക്കാനാണ്. ആയ കാലത്ത് ഞങ്ങൾ അപ്പൻ നല്ല കർഷകൻ. ഈ കാണുന്ന എല്ലാം അപ്പൻ ഉണ്ടാക്കിയത്. ഈ കാണുന്ന ഒമ്പതാൻ എനിക്ക് കൊണ്ടേ കൃഷിയൊന്നുമില്ല. പത്തെണ്ണം കഴിഞ്ഞപ്പോഴേ പോലീസ് ചേർന്നു. ഒന്നുമില്ല. അതിന് മാസം മാസം കഴിഞ്ഞു പോകുന്നത് ജയമോണ്ട് ഞങ്ങളെ അമേരിക്കയിലാണ്. ടിക്കറ്റുകളല്ലേ പറഞ്ഞോട്ടുകൂടെ അവിടെ പോയി സെറ്റ് ചെയ്യണമെന്നോ അവിടെ എനിക്ക് പറ്റിയതിൽ വഴി നോക്കാൻ ആളിനെ പറയുന്നത്. പിന്നെ അമ്പലത്തിൽ കുട്ടി ഒറ്റയ്ക്കാന്ന് നോക്കില്ല. പിന്നാണ്ട് ഇനി പറയുന്നുള്ളൂ. അല്ല അളിയ അളിയത് ഞാനത് ഞാൻ ഈ കാണുന്നതൊക്കെ എനിക്ക് കാഞ്ചേർ ഇനിയിപ്പം വീടിനെ പറ്റി വേണ്ട. അവിടെ അടിയിൽ ചോദിക്കാനും പറയാനും ആരുമില്ലാതെ വെച്ച് തീരാൻ ഞങ്ങൾക്ക് തരണ്ടായോ. പിന്നെ ടൗണിൽ സ്ഥലമുള്ളത് എൻ്റെ വീട്ടിൽ വ്യത്യാസമൊക്കെയല്ലേ ഞങ്ങൾ കൊടുക്കണം. ആ 2 കൂട്ടർ കണ്ടിട്ട് വില വെച്ച് നിൽക്കും. അങ്ങനെ ലില്ലിക്കുട്ടിയുടെ പേരിൽ ബാങ്കിൽ കുറച്ച് കാശ് അതേതാണ്ട് ഒരു 10,000 രൂപ വരും. അത് ഞാൻ എൻ്റെ തലയിൽ പിന്നെ
നീ ഇതൊക്കെ നന്നായിട്ട് നോക്കി നടത്തിയ ആർക്കില്ലാത്ത ആദായം മാസം മാസം കിട്ടുകയും ചെയ്യും. അളിയനെ ലിപി കുടിക്കുകയുണ്ട്. അതൊക്കെ ധാരാളം. അപ്പൊ നന്നായിട്ട് നോക്കണം കേട്ടോ. ഓ, എൻ്റെ അച്ഛനെ നോക്കണം. ഇവിടുത്തെ ഈ റബ്ബർ തോടി 3000 രൂപയും. കല്യാണത്തിന് സമർപ്പിച്ച കൂട്ടിനെ കാസാക്കുന്നത് ഭയങ്കര സുഖാണ്. ഞാൻ വരാം. ഞാൻ ചത്തു. ശരി, നമുക്കത് പോവാം. 3000 അതിനെ ബാക്കി ഏൽപ്പിക്കാൻ നോക്ക്. പിന്നെ ബാക്കി കാശ് വേണ്ടേ, അതിന് വഴി കാണണം. പിന്നെ ഇവിടുന്ന് ചുമ്മാ നോക്കാൻ ഇത് കൂടെ തോന്നാം. നീ തിരിച്ചിങ്ങ് വരുന്നു. ഞാൻ നമ്മുടെ ചാട്ടിലെ സെറ്റ് കാണും. 1-2 ദിവസം പിടിച്ച് നിൽക്കേ. ഞാൻ ഒന്നിനെ കൊണ്ടുവരാം. 2 ദിവസം കൂടെ നിൽക്കാൻ പറയാട്ടോ. ഞാൻ പോയിട്ട് 2 ദിവസത്തിനകത്ത് വരുമല്ല. എനിക്ക് ആകുള്ളൊരു അമ്മാച്ചനാണ്. പോയില്ലെങ്കിൽ പാവല്ലേ. പിന്നെ അമ്മില്ലിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കണം. ഒരു സൈക്കിളുണ്ട്, അതിനൊന്ന് വയ്ക്കണം. അത്രേ ഉള്ളൂ. 2 ദിവസം പോയിട്ട് അമ്മാച്ചനെ കണ്ടിട്ട് വരാമെന്ന് പോട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് ഒരു പിരിഞ്ഞു പോയില്ല. ഉടനെ അവർ മരിപ്പോട്ടിലോട്ട് അമ്മയുടെ പൊട്ടി
നീ വഴിക്ക് നോക്കണ്ട. അപ്പോൾ നാഗേന്ദ്രൻസ് ഹണിമൂൺ എന്ന സീരീസിലെ എപ്പിസോഡ് 2 ലില്ലിക്കുട്ടി എന്ന സീരീസാണ് നമ്മളപ്പോൾ കണ്ടിട്ടോ. അപ്പോൾ അത് ലില്ലിക്കുട്ടിൻ്റെ കഥയാണ്. ലില്ലിക്കുട്ടി കുറച്ച് മെൻ്റലായിട്ട് ചെറിയ പ്രോബ്ലം ഉണ്ട് തോന്നുന്നു. അപ്പോൾ കല്യാണം കാര്യങ്ങളൊന്നും ശരിയായില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ പൈസയ്ക്ക് അത്യാവശ്യമുണ്ട് അക്കരെ കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ കല്യാണം കഴിച്ചു. അവസാനം എനിക്ക് കുറച്ച് സ്ഥലങ്ങളും 3000 രൂപയെ കിട്ടിയുള്ളൂ. എനിക്കൊരു മിനിമം 14,000 റുപ്യ വേണം. അത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആരോ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് പോകണം കേട്ടോ. അപ്പോൾ ഇനി ബാക്കി ഭാഗം എന്താണെന്നുള്ളത് നമുക്ക് തേർഡ് പാർട്ടിൽ അറിയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും കേട്ടോ.